വിട്ടുമാറാത്ത ചുമയാണല്ലോ ഇപ്പോൾ സംസാര വിഷയം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചുമയാണ്. ഒരു കൂട്ടം വൈറസുകളാണ് ഈ ചുമ ഉണ്ടാക്കാൻ കാരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വെച്ച് എങ്ങനെ ഈ ചുമയ്ക്കെതിരെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ സ്റ്റേ ഹൈഡ്രേറ്റഡ്, അതായത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യാനുള്ളത്. കുഞ്ഞു കുട്ടികൾ, ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇടവേളകളിൽ പാല് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ കൊണ്ടുപോകുന്ന വെള്ളം മുഴുവനായിട്ട് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് തൊണ്ട ഡ്രൈ അല്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനായി ഇളം ചൂട് വെള്ളം കുടിച്ചിട്ട് വേണം കിടക്കാൻ. കിടക്കുമ്പോൾ തലഭാഗം ചെറുതായിട്ട് പൊന്തിച്ച് വെച്ചിട്ട് വേണം കിടത്താൻ. കുഞ്ഞു കുട്ടികളെ പ്രത്യേകിച്ചും ഫീഡ് ചെയ്തതിന് ശേഷം തലഭാഗം ചെറുതായിട്ട് പൊക്കി വെച്ചിട്ട് കിടത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ തൊണ്ട ഇറിറ്റേഷൻ ആയിട്ടുള്ള ചുമ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ രാത്രി കുഞ്ഞുങ്ങളെ കിടത്തുമ്പോൾ ഫാനിൻ്റെ നേരെ ചോട്ടിൽ കിടത്താതിരിക്കുക. അതുപോലെ തന്നെ AC-യുടെ ബ്ലോവറിൻ്റെ നേരെ ഫ്രണ്ടിൽ കുഞ്ഞുങ്ങളുടെ മുഖം വരാത്ത രീതിയിൽ വേണം രാത്രി കുഞ്ഞുങ്ങളെ കിടത്താൻ. മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സലൈൻ നേസൽ ഡ്രോപ്സ്. 3 മുതൽ 4 നേരം വരെ ഡ്രൈ ആയിട്ടുള്ള ചുമയ്ക്ക് 2 മൂക്കിലും 1-2 തുള്ളി വീതം മരുന്ന് ഒറ്റിക്കുന്നത് നന്നായിരിക്കും. ഈ വൈറൽ ചുമ എപ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്? 3 ദിവസത്തിൽ നീണ്ടു നിൽക്കുന്ന വളരെ കടുത്ത പനി. അതുപോലെ സാധാരണ കുട്ടി ശ്വാസം വലിക്കുന്ന എണ്ണത്തിനേക്കാൾ കൂടുതൽ സ്പീഡിൽ കുട്ടി ശ്വാസം വലിക്കുക. കേൾക്കുന്ന സമയത്ത് വീസിങ് പോലത്തെ ശബ്ദം കേൾക്കുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അത് ന്യൂമോണിയയുടെ ലക്ഷണമായിരിക്കാം. അതുപോലെ കുട്ടി ചുമയ്ക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള മഞ്ഞ കളറുള്ള കഫം വരികയാണെങ്കിൽ, അതുപോലെ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, ഭയങ്കര ക്ഷീണം, ഒരുപാട് ഛർദി, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ശിശുരോഗ വിദഗ്ധന്റെ സേവനം തേടേണ്ടതാണ്.